അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ പെരുകുകയാണ്. ആലപ്പുഴ കായംകുളം KP റോഡിൽ അപകടയാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ കേസെടുത്തു എന്ന് വാർത്ത വരുന്നു. കാർ ഓടിച്ചയാളുടെ ലൈസൻസ് റദ്ദാക്കും. കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചവരോട് ഇന്ന് ആലപ്പുഴ RTOയ്ക്ക് മുന്നിൽ എത്താനും നിർദ്ദേശം നൽകി. അപകടയാത്ര സ്ഥിരം പ്രവണതയായി മാറുന്നതിനാൽ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാറിൻ്റെ ഡോറിൽ ഇരുന്നായിരുന്നു ഇന്നലെ യുവാക്കൾ യാത്ര ചെയ്തത്. ആ ദൃശ്യങ്ങളൊന്ന് കാണൂ. ആ ദൃശ്യങ്ങൾ ഇത് തുടർച്ചയായിട്ട് വരുന്നു. ആലപ്പുഴ ഭാഗത്ത് ഇങ്ങനെ കാറിൻ്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് തുടർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ ഇതേ സ്വഭാവത്തിൽ, സമാന സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിക്ക് ഒരുങ്ങുകയാണല്ലേ? അരുൺ, ഗുഡ് മോർണിംഗ്. കായംകുളം പുനലൂർ റോഡിൽ, പ്രത്യേകിച്ചും കായംകുളത്തിനും കറ്റാനത്തിനും ഇടയിൽ ഇതൊരു സ്ഥിരം പ്രവണതയായി മാറിയിരിക്കുകയാണ്. വിവാഹവും മറ്റും കഴിഞ്ഞു വരുന്ന യുവാക്കൾ കാറുകളിൽ ഇത്തരത്തിൽ അപകടകരമായി യാത്ര ചെയ്യുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ അപകടകരമായ യാത്ര ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഉണ്ടായിരുന്നത്. കായംകുളത്തിനും കറ്റാനത്തിനും ഇടയിൽ രണ്ടാംകുറ്റി പുള്ളിക്കണക്ക് ജംഗ്ഷന് സമീപത്തായിരുന്നു ഈ അപകടകരമായ യാത്ര. ഇത് ചിത്രീകരിച്ച മറ്റ് വഴിയാത്രക്കാർ RTO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നടപടിയെടുത്തത്. ഓച്ചിറ സ്വദേശിനിയുടെ കാറിൽ യാത്ര ചെയ്ത ആളുകളെയും ഡ്രൈവറെയും ഒപ്പം തന്നെ കാറും ഇന്നലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ സറണ്ടറായ ആളുകളോട് ഇന്ന് രാവിലെ ആലപ്പുഴ RTO മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഇന്ന് തീരുമാനിക്കും. നേരത്തെ അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയ 4 യുവാക്കളെ കമ്മ്യൂണിറ്റി സേവനത്തിന് അയച്ചിരുന്നു. എന്നാൽ ഈ സേവനത്തിനിടയ്ക്കും ഇവർ മൊബൈലിലും മറ്റും ആശുപത്രിയിൽ ഇരിക്കുന്നു എന്നൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ ഈ മോട്ടോർ വാഹന വകുപ്പിൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത് സ്ഥിരം പ്രവണതയായി അപകടകരമായ യാത്ര മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഉയർന്ന ശിക്ഷ നൽകുന്ന കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പ് പരിഗണിക്കുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഈ ആലപ്പുഴ പുനലൂർ റോഡിൽ എന്താണ് ഇത്രയും അധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള കാരണം? അടുത്ത കാലത്താണ് ഇറങ്ങിയ സിനിമയിലെ മറ്റു രംഗങ്ങൾ അനുകരിക്കുകയാണോ ഇവർ? അതല്ല, ആ റോഡ് നല്ല റോഡായതുകൊണ്ട് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നതാണോ ചെറുപ്പക്കാർ? കായംകുളം പുനലൂർ റോഡിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേർരേഖ പോലെ കിടക്കുന്ന റോഡുകളുണ്ട്. സാമാന്യ വീതിയുള്ള റോഡാണ്. നേരത്തെ ചാരിമൂട് കറ്റാനത്തോടേക്ക് വെട്ടിക്കോട്ട് ഭാഗത്ത് വെച്ചായിരുന്നു അപകടകരമായ ഡ്രൈവിംഗ്. ഇത്തവണ എന്നാൽ അത്രത്തോളം ഒരു വിസ്തൃതമായ സ്ഥലത്തല്ല. രണ്ടാംകുറ്റി എന്നൊക്കെ പറയുന്ന പുള്ളിക്കണക്ക് എന്ന് പറയുന്ന സ്ഥലം, അവിടെയൊക്കെ റോഡ് ഇടുങ്ങിയതാണ്. കൊപ്രാപ്പുര ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ റോഡ് ഇടുങ്ങിയതും നല്ല ഗതാഗതം ട്രാഫിക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ അപകടകരമായ യാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രവണത ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള സാഹസികതയാണോ? റീൽസ് എടുക്കുക എന്നുള്ള സാഹസികതയും കൂടിയാണ് ഇതിന്റെ കാര്യം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആളുകൾ ഒരു സ്ഥിരം പ്രവണതയാക്കിയിരിക്കുന്നു. നമ്മൾ ഈ പുറത്തു വന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ കാണിച്ച ദൃശ്യത്തെക്കാൾ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അവരത് പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇതൊരു ആളുകൾ അനുകരിക്കുന്ന നിലയിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കുറച്ചുകൂടി ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പറയും ഈ കല്യാണത്തിലൊക്കെ പോയി തിന്ന എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് എന്നാണ്. നാട്ടിലൊക്കെ പറയുന്ന ഒരു പ്രാദേശിക രീതിയാണ് അല്ലേ ശ്രീജിത്തെ? അല്ലേ? ഈ ചെറുപ്പക്കാരുടെ അടുത്തൊക്കെ എന്ത് പറയാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. തുടർച്ചയായിട്ട് ശ്രീജിത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. 2 വാർത്തയ്ക്കും ശേഷം നടപടി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ആളുകൾക്ക് ഇത് പഠിക്കുന്നില്ല. നമ്മളൊക്കെ പണ്ട് ശ്രീജിത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന, നമ്മൾ ആദ്യമേ ടീച്ചർമാരൊക്കെ നമുക്ക് പറഞ്ഞു തരും, കൈയും തലയും പുറത്തിടരുത് എന്നെല്ലാ ബസ്സിലും എഴുതി വയ്ക്കുമായിരുന്നു. ഇത് കൈയും തലയും അല്ല, തല മാത്രമേ അകത്തുള്ളൂ, ബാക്കിയെല്ലാം പുറത്താണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിട്ടുണ്ട് എന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു ശ്രീജിത്ത്, ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അണ്ണന്മാർക്കൊക്കെ വളരെ സമാധാനമായിട്ട് സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ പോരെ. ഇത്തരത്തിലുള്ള റീലിന് വേണ്ടിയുള്ള സാഹസികതയ്ക്ക് പോയി നിങ്ങളുടെ വിലപ്പെട്ട തലയും വിലപ്പെട്ട കൈയും പുറത്ത് നാട്ടുകാർക്ക് കൊടുക്കരുത് പ്ലീസ്. അത് നിങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ സൂക്ഷിക്കൂ. റീലിനു വേണ്ടി സ്വന്തം തല നിങ്ങൾ ബലിയാക്കരുത്. ഇതൊരു മാതൃകാപരമായ കാര്യമേ അല്ല. പൊതുനിരത്തിൽ എങ്ങനെ വാഹനം ഓടിക്കണം, യാത്ര ചെയ്യണം എന്നുള്ളതിന് ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് വേണം. അത് പഠിപ്പിച്ചേ മതിയാവൂ. അത് എട്ടെടുത്താലും കിട്ടുന്നതല്ല. അതൊരു സാമൂഹ്യ ബോധമാണ്. അത് നമുക്കുണ്ടാവണം. അത് നിങ്ങളുടെ മാത്രമല്ല, അവിടെ യാത്ര ചെയ്യുന്ന മറ്റിപ്പോൾ ഒരു ബൈക്ക് യാത്രികൻ അതുവഴി വരുന്നു, പുറത്തിറങ്ങിയുള്ള ഈ അഭ്യാസം അവൻ്റെ ശരീരത്താണ് തട്ടുന്നതെങ്കിൽ അവൻ്റെ ജീവിതം പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പോസ്റ്റിലാണ് തലയിടിക്കുന്നതെങ്കിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നത് പോലെ തന്നെ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള സഹജീവിയുടെ ജീവനും അപകടത്തിലാണ് എന്നത് നിങ്ങൾ മറക്കരുത്. ഡ്രൈവിംഗ് ആ അർത്ഥത്തിൽ അത്രമേൽ ജാഗ്രത വേണ്ടുന്ന, അത്രമേൽ സിവിലൈസ്ഡ് ആയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതൊരു സാമൂഹ്യ പ്രവൃത്തി കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.